പൃഥ്വിരാജിന്റെ മണി ഹെയ്സ്റ്റ്, ദളപതി വിജയുടെ ജനനായകൻ, സ്പൈഡർമാൻ തുടങ്ങിയ ഒരുപാട് ആന്റിസിപ്പേഷൻസ് ഉള്ള കുറച്ചധികം സിനിമകൾ ഈ മന്തിൽ റിലീസാവുന്നുണ്ട്. ഓൾറെഡി ബോളിവുഡിൽ നിന്ന് ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായ ആൽഫ ജൂലൈ 3 റിലീസായിരുന്നു. ഈ YRF സ്പൈ യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ആക്ഷൻ ത്രില്ലർ ജോണറിലാണ് പടം ഇറക്കിയത്. ആൻഡ് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് എക്സ്പെക്ടേഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് പടം പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ഐശ്വര്യ ലക്ഷ്മി, വിഷ്ണു വിശാൽ അഭിനയിച്ച് 2022 പുറത്തിറങ്ങിയ ഗാട്ടാ ഗുസ്തിയുടെ സെക്കൻഡ് പാർട്ടും 3-ാം തീയതി റിലീസായിട്ടുണ്ടായിരുന്നു. സോ 2026 ജൂലൈയിൽ റിലീസാവുന്ന അടുത്ത മേജർ മൂവീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റിലെ അവസാനത്തെ മൂവീസ് മിസ് ചെയ്യില്ല. സോ ഫസ്റ്റ് വൺ, പൃഥ്വിരാജ് നായകനായ ഐ നോബഡി ജൂലൈ 9 തിയേറ്ററിലേക്ക് എത്തുകയാണ്. കുറച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഒരു ബാങ്ക് എംപ്ലോയി ഒരു മണി ഹീസ്റ്റിൽ ഇൻവോൾവ് ആകുന്നത് പോലെയുള്ള ഒരു വൈബാണ് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നത്. കെട്ടിയോളാണെന്റെ മാലാഖ, റോഷാർക്ക് എന്നീ സിനിമകളുടെ ഡയറക്ടർ നിസാം ബഷീറാണ് ഇതും സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ മാസം റിലീസാകുന്ന മലയാള പടങ്ങൾ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ആന്റിസിപ്പേഷൻ ഉള്ള ഒരു സിനിമയാണിത്. ജൂലൈ 10 ലാലേട്ടന്റെ കിരീടം വേൾഡ് വൈഡ് റിലീസ് ചെയ്യുകയാണ്. സിബി മലയിൽ സംവിധാനം ചെയ്ത മലയാളത്തിലെ വൺ ഓഫ് ദ ക്ലാസിക് മൂവിയായ സിനിമ 4Kയിലാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. വിഷ്വൽസ് റിട്രീവ് ചെയ്യുന്നതിൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നുവെന്നും ബട്ട് സൗണ്ട് മാക്സിമം ക്വാളിറ്റിയിലാണ് ഈ വേർഷനിലുള്ളതെന്നൊക്കെ അപ്ഡേറ്റ്സ് വന്നിരുന്നു. ആൻഡ് ജൂലൈ 10 തന്നെ അഥർവ, ഫഹദ് ഫാസിൽ, കൈഡു ലോഹർ, പ്രീതി മുകുന്ദൻ എന്നിവർ അഭിനയിച്ച തമിഴ് റൊമാൻറ്റിക് ഡ്രാമ ഇതയം മുരളിയും റിലീസാകുന്നുണ്ട്. അടുത്തത് ജോജു ജോർജ് അഭിനയിച്ച ആക്ഷൻ ത്രില്ലർ വരവ് ജൂലൈ 16 റിലീസാകും. കഴിഞ്ഞ മാസം 12 ഇതിൻ്റെ റിലീസ് ആദ്യം തീരുമാനിച്ചിരുന്നത്, പിന്നീട് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. ട്രെയിലർ ഇറങ്ങിയത് മുതൽ അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു സിനിമയാണിതും. ചില സൈറ്റുകളിൽ റിലീസ് ജൂലൈ 15 പറയുന്നുണ്ട്. നെക്സ്റ്റ് ജൂലൈ 17 ക്രിസ്റ്റഫർ നോളന്റെ മിത്തിക്കൽ ആക്ഷൻ എപ്പിക് മൂവി ഒഡീസി തിയേറ്ററിലേക്ക് എത്തും. 3000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലെജൻഡറി ഗ്രീക്ക് കിങ് ഒഡീസസിന്റെ കഥയാണ് സിനിമയായിട്ട് എടുത്തിട്ടുള്ളത്. ട്രോജൻ വാറിന് ശേഷം തന്റെ രാജ്യത്തേക്ക് മടങ്ങുന്ന ഒഡീസസിന്റെ 10 വർഷം നീളുന്ന ഒരു അതിജീവനവും പോരാട്ടമൊക്കെയാണ് സിനിമയുടെ പ്രമേയം എന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ആൻഡ് 17 തന്നെ യോഗി ബാബു നായകനായിട്ടുള്ള അർജുനൻ പേര് 10, അതുപോലെ സംയുക്ത മേനോൻ നായികയായിട്ടുള്ള ഒരു തെലുഗു ആക്ഷൻ ഡ്രാമ ബ്ലാക്ക് ഗോൾഡും റിലീസാകുന്നുണ്ട്. നെക്സ്റ്റ് ഷൈജു കുറുപ്പ്, അജു വർഗീസ്, മഞ്ജു പിള്ളൈ എന്നിവർ അഭിനയിച്ച ലർക്ക് ജൂലൈ 24 റിലീസാകും. ഇപ്പം നമ്മൾ നേരിടുന്ന ന്യൂസിലൊക്കെ കാണുന്ന ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അടുത്തത് സ്പൈഡർമാൻ ഫ്രാഞ്ചൈസ് എന്നുള്ള 4-ാമത്തെ പാർട്ട് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കേരളത്തിൽ ജൂലൈ 30 റിലീസ് ചെയ്യും. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ ശരിയാണെങ്കിൽ ഈ സിനിമ കേരളത്തിലാണ് ആദ്യം റിലീസ് ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും തന്നെ ജൂലൈ 31 റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് ഇതേ ദിവസം തന്നെ നീരജ് മാധവ്, അൽതാഫ് സലീം, ആർഷ ചന്ദനി ആൻഡ് അജു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൈഫൈ ഡ്രാമ പ്ലൂട്ടോയും റിലീസാകുന്നുണ്ട്. അൽതാഫ് ഇതിൽ ഏലിയനായിട്ടാണ് അഭിനയിക്കുന്നത്. അടുത്തത് എനിക്ക് പേഴ്സണലി ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളൊരു സിനിമയാണ് കുഞ്ചാക്കോ ബോബന്റെ ഉന്മാദം. ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, റോന്ത് തുടങ്ങിയ ഷാഹി കബീറിന്റെ പോലീസ് യൂണിവേഴ്സിൽ നിന്നും മറ്റൊരു പോലീസ് പടം സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ജോണറിലാണ് സിനിമ എത്തുന്നത്. ജൂലൈ 31 വേൾഡ് വൈഡ് റിലീസ് ചെയ്യും. മലയാളത്തിൽ തന്നെ ഒരുപാട് ക്ലാസിക് ആൻഡ് പ്രോമിനന്റ് മൂവീസ് എഡിറ്റ് ചെയ്തിട്ടുള്ള കിരൺ ദാസിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണിത്. അവസാനമായിട്ട് നമ്മുടെ ദളപതി, ചീഫ് മിനിസ്റ്റർ വിജയും മമിത ബൈജുവും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന മാസങ്ങളായി കാത്തിരിക്കുന്ന ജനനായകനാണ്. പൊങ്കലിന് റിലീസ് ചെയ്യാറുന്ന ഈ സിനിമ ഇപ്പോൾ ജൂലൈ മാസത്തിലേക്ക് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല, എന്നാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ജൂലൈ 26 അല്ലെങ്കിൽ ഓഗസ്റ്റ് 7 റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി OTTയിലേക്ക് വന്നാലും ഒരുപാട് നല്ല സിനിമകൾ ഈ മാസം റിലീസ് ചെയ്യുന്നുണ്ട്. OTT റിലീസുകളെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം. സോ ഇതുപോലുള്ള സിനിമ, സീരീസ് റിലേറ്റഡ് കോണ്ടന്റ്സ് ഇഷ്ടമുള്ളവർ ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.